ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ. അപ്പോൾ അതിൻ്റെ സ്കെയിൽ നമുക്ക് ഡി മൈനറിൽ പിടിച്ച പാട്ടെടുക്കാം. അതേസമയം നമുക്ക് അതിൻ്റെ രാഗം ശുദ്ധധന്യാസിലെ വന്നിരിക്കുന്നത്, നമുക്ക് അതിൻ്റെ സ്കെയിലും കാണിച്ചു തരാം. ഇന്ന് ഒരു പിയാനോയും ഓർഗാനും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അതെൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സജഷനാണ്. അങ്ങനെ ചെയ്ത് നോക്കും മിസ്സേ, കുറച്ചുകൂടി മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ നമുക്കത് ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മിസ്സിനെ അറിയിക്കുക. നമുക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് മിസ് ഇങ്ങനെ ഒരു ഐഡിയ എടുത്തത്. നിങ്ങൾക്കിത് സ്വീകാര്യമാണെങ്കിൽ മിസ്സിനെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കണ്ടു, ഇത് സി ഡി ഇ എഫ് ജി എ ബി സി. അപ്പോൾ ഇതാണ് ഷഡ്ജം എന്ന് പറയുന്ന ഈ സി ആണ് ഷഡ്ജം. ഈ രാഗത്തിന് വരുന്ന, ഇത് ശുദ്ധധന്യാസി രാഗത്തിൽ വരുന്നത് ഷഡ്ജം കഴിഞ്ഞ ഋഷഭമില്ല, ഡി ഇല്ല. പിന്നെ വരുന്നത് സാധാരണ ഗാന്ധാരമാണ്. അപ്പോൾ സാധാരണ ഗാന്ധാരം എന്ന് പറഞ്ഞാൽ ഈയുടെ ഫ്ലാറ്റ് ആണ് കേട്ടോ. സാധാരണ ഗാന്ധാരം പല ക്ലാസ്സിൽ മിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്, അതുകൊണ്ട് നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ എഫ് എന്ന് പറയുന്നത് ശുദ്ധ മധ്യമമാണ് എഫ്. പഞ്ചമ ജി ആണ് കേട്ടോ. ഇവിടെ ദൈവത ഇതിനകത്ത് വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ എ തൊടുന്നില്ല. ഇത് കണ്ടോ, ബി ഫ്ലാറ്റ് വരും. കൈഷി നിഷാദം എന്ന് അതിന് പറയുന്നത്. കൈഷി നിഷാദം. പിന്നെ ഷഡ്ജം, ഇത് സി ഷഡ്ജം. അപ്പോൾ ഇങ്ങനെ പോകുന്ന. അപ്പോൾ നമ്മൾ ഈ രാഗം പോകുമ്പോൾ ഇങ്ങനെ വരുന്ന, ഇവിടെ കൈഷി നിഷാദം തൊട്ടിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് വന്ന് ആരോഹണം. അവരോഹണം വരുമ്പോൾ ഇങ്ങനെ സി, അത് ഷഡ്ജം, കൈഷി നിഷാദം, ബി ഫ്ലാറ്റ്, പിന്നെ പഞ്ചമം ജി. പിന്നെ ഇത് ഒന്ന് ശുദ്ധ മധ്യമം എന്ന് പറയും, എഫ്, ഇ ഫ്ലാറ്റ്, സാധാരണ ഗാന്ധാരം, ഷഡ്ജം, സി. അപ്പം നമ്മൾ ഇത് വന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ രണ്ട് ഫ്ലാറ്റ് ഇവിടെ ഉണ്ടല്ലേ. അപ്പം മിസ് ഇത് വന്ന് ഡിയിൽ പിടിച്ച് കാണിക്കുക. നിങ്ങൾക്ക് ഡിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഒരു സ്കെയിൽ ഒരു കട്ട മേറ്റ് വായിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് നമ്മൾ സിയിൽ വായിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇത് ഡിയിൽ വായിച്ചാൽ എങ്ങനെ വരുമെന്ന് മിസ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഡിയിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സി, ഇത് ഷഡ്ജമല്ലേ, ഇത് ഇവിടെയാണ് വരുന്നത്, ഡി. അപ്പം ഷഡ്ജം, ഈ സി വന്ന് ഷഡ്ജമായിട്ട് ഡി വന്ന് ഷഡ്ജമായിട്ട് വരുമ്പോഴേ ഈ ഫ്ലാറ്റ് എന്ത് വരും, ഈ ഫ്ലാറ്റ് ഇവിടെ എഫ് ആയിട്ട് വരും. പിന്നെ എഫ് വന്ന് ജി ആയിട്ട് മാറി. അപ്പം ജി വന്ന് ഇവിടെ എ ആയിട്ട് വന്നു. അപ്പോൾ എയുടെ സ്വരം ഇവിടെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ജി ആണ് ഇവിടെ എ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ബി ഫ്ലാറ്റ് ഇല്ലേ, ഈ ബി ഫ്ലാറ്റ് ഇവിടെ സി ആയിട്ട് വന്നു. പിന്നെ ഇവിടുത്തെ സി വന്ന് ഡി ആയിട്ട് മാറി കണ്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പാട്ട് എടുക്കുന്നത്, മിസ് ആദ്യം ഇത് കാണിച്ച് തന്നിട്ട് മിസ് ഇവത്തെ കാണിച്ചു തരാം കേട്ടോ. പാട്ട് മുറിഞ്ഞു പോകും. നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വായിച്ച് കാണിക്കാം. അപ്പം നിങ്ങൾ എടുക്കേണ്ടതുണ്ട് സാഗരങ്ങളെ നടക്കും. ഇവിടെയാണ് കേട്ടോ. പാടി അത് കഴിയുമ്പോൾ പിന്നെ പോരൂന്നിയത്. ആഹാ ആഹാന്നൊരിത് വരും. പിന്നെ അനുപല്ലി വരുമ്പോൾ ഇങ്ങനെ വരും, ഇന്നില.
രണ്ടും ആഹാ എന്നിട്ട് ഇത്രയും സ്വരത്തിലെ ഈ പാട്ടുള്ളൂ. ഇവിടുത്തെ എ തൊട്ട് ഇവിടുത്തെ ഡി വരയ്ക്കുവാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ പാട്ടിൻ്റെ ലെന്ത്, ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വന്നിട്ട് അപ്പോൾ മിസ് ഇതിൻ്റെ സ്കെയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മിസ് പല ക്ലാസ്സിൽ. എങ്കിലും മിസ് ഒന്നുകൂടി അറിയാം. നമ്മൾ ഡി മൈനറിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡി മൈനറിന് ബി ഫ്ലാറ്റ് വരും. പക്ഷേ നമ്മൾ വന്ന് ബി ഫ്ലാറ്റ് ഡി മൈനർ വരുമ്പോൾ നമ്മളിവിടെ എ ഉപയോഗിക്കുന്നു. ഇപ്പോൾ എ നമ്മൾ എടുത്തപ്പോഴേ ഇവിടെ ബി ഫ്ലാറ്റാണ് ഇവിടെ സി ആയിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ബി ഫ്ലാറ്റ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ബി ഫ്ലാറ്റിൻ്റെ സ്വരസ്ഥാനം ഈ രാഗത്തിൽ ഇങ്ങനെ എടുത്തു നമ്മൾ. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഇപ്പോൾ ഈ ഓരോ കീ ഇപ്പോൾ മിസ് പിടിച്ചപ്പോൾ സ്വരം കണ്ടല്ലോ. ഇപ്പോൾ ഉണ്ടല്ലോ ഡി ഉണ്ട്, പിന്നെ ഡിയും സിയും വരുന്നുണ്ട്. ഇവിടെ എ ജി എഫ് ഇങ്ങനെ ഡിയിൽ പിടിക്കുമ്പോൾ പിന്നെ ഇവിടെ ഡിയും സിയും പിന്നെ ഇവിടെ ഒരു എ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാകാൻ വേണ്ടിയാണ് മിസ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊന്ന് എടുക്കുക. ഇപ്പം ഇത് മിസ് ഇതിനകത്ത് വായിച്ച് കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ അനുപല്ലവി. ഇത് മിസ്സിങ്ങിനകത്ത് വായിച്ച് കളിച്ച പാട്ട് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. മുറിഞ്ഞു പോകുന്ന പലരും പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് മിസ്സിങ്ങനെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വന്ന് ഇതിന് പറ്റിയ കോഡ്സ് മിസ് കഴിഞ്ഞ ഇതിൽ തന്നെ കാണിച്ചു തരാം. കോഡ്സ് എടുക്കുമ്പോൾ നമ്മൾ ഏതെടുക്കും? നമ്മൾ ഡി ഇതുണ്ടോ ഡി എഫ് ഐ പിടിച്ചെന്ന ഡി മൈനർ കോഡ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ നമ്മൾ പിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചിട്ടുള്ളത് ഡി കഴിഞ്ഞ ഇവിടെ എഫ് ഐ സി കണ്ട നമ്മൾ ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇങ്ങനെ വരും. പിന്നെ ജി ബി ഇല്ലെങ്കിൽ ഇവിടെ ഈ കോഡ് പിടിക്കുക. അങ്ങനെ പല കോഡുകൾ പറ്റി പിടിക്കുക. ഈ നമ്മൾ ഇതിനകത്തുള്ള സ്വരങ്ങളെല്ലാം കണ്ടോ, ഇത്രയൊക്കെ സ്വരമുണ്ട്. അപ്പോൾ ഈ കോഡുകളൊക്കെ മിസ് പഠിപ്പിച്ചിട്ടുള്ള കോഡുകൾ. അതുകൊണ്ടാണ് മിസ് പറ്റി പ്രത്യേകിച്ച് കോഡിനെ പറ്റി പറയാത്തത്. അപ്പോൾ നമ്മൾ ബോർഡിൽ മിസ് എഴുതിയിരിക്കുന്ന കോഡ് വന്നിട്ട് എ ഫ്ലാറ്റ് മേജർ 7 ആർഡർ 9 ആണ്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അത് വന്നിട്ട് ഇ ഫ്ലാറ്റ്. അപ്പോൾ ഇ ഫ്ലാറ്റ് സി, ബി ഫ്ലാറ്റ് ജി. അപ്പോൾ ഇ ഫ്ലാറ്റ് സി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവത്തെ മിസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇ ഫ്ലാറ്റ് സി. ഇ ഫ്ലാറ്റ് സിയും ഇ ഫ്ലാറ്റ് സി വന്നു കഴിയുമ്പോൾ എന്ത് വരും? നമുക്കിവിടെ വന്നിട്ട് പിന്നെ കാണിക്കുന്നത് വന്നത് സി. ഇ ഫ്ലാറ്റും സിയും കഴിയുമ്പോൾ ബി ഫ്ലാറ്റും ജിയുമാണ്. ഇത് കണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇ ഫ്ലാറ്റ് ഇവിടെ ഫസ്റ്റ് ഫിംഗർ പിടിക്കുക, പിന്നെ ബി ഫ്ലാറ്റ് ജി. ഇത് കണ്ടോ. ഇത് വന്നിട്ട് എ ഫ്ലാറ്റ് മേജർ 7 ആർഡർ 9. ഓക്കെ. പക്ഷേ ഇത് വന്ന് നമുക്ക് വന്നിട്ട് ഇത് വന്ന് നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ വന്നിട്ട് എ ഫ്ലാറ്റ് -7 ആർഡർ 9 ആണെങ്കിൽ ഇതിലൊന്നും ചെയ്യാനില്ല. നമ്മൾ ഈ ഫ്ലാറ്റ് ഇതെടുത്ത് ഇവിടെ വെക്കുക. അപ്പം ജി ഫ്ലാറ്റിലേക്ക് വെക്കുക. പിന്നെ വന്നിട്ട് നമ്മൾ ബി ഫ്ലാറ്റിലേക്ക് ഫിംഗർ വെച്ചു. അത് കഴിയുമ്പോൾ സി ഫ്ലാറ്റ് എന്നും പറഞ്ഞ് വെക്കുന്ന ബി ആ കേട്ടോ. ഇത് കണ്ടോ.
അപ്പോൾ ഇപ്പോൾ ബി ഫ്ലാറ്റും സി ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ കോഡ് ഇത് നമ്മൾ ഓർഡറായിട്ട് മിസ് പഠിപ്പിക്കുന്ന കോഡാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾ എഴുതി വയ്ക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കോഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ പ്രയാസം കാണും. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഭാവിയിൽ ഉപകരിക്കും. അപ്പോൾ ഇതിന് വേണ്ട കോഡ്സ് മിസ് പറഞ്ഞു എന്തൊക്കെ എടുക്കാം നമുക്ക്. ഇതിനകത്ത് ഈ കാണിച്ച കോഡുകളൊക്കെ എടുക്കാം കേട്ടോ. എഫ് കോഡ് എടുക്കാം, ജി കോഡ് എടുക്കാം, എ കോഡ് എഫ് മേജർ എടുക്കുക. അതേസമയം ജി കോഡ് എടുക്കുന്നുണ്ട് കുഴപ്പമില്ല. പിന്നെ സി ഇതെടുക്കുക, സി കോഡ് എടുക്കുക, എ കോഡ്. ഇതെല്ലാം മിസ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കോഡുകളാണ്. അതുകൊണ്ടാണ് മിസ് ഇതൊക്കെ കൂടുതലായിട്ട് എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ബോർഡിലേക്ക് നോക്കാം. അപ്പോൾ എയുടെ ഫ്ലാറ്റ് എ കോഡ് നമ്മൾ ഇങ്ങനെ ഓർഡറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതൊന്ന് എ ഫ്ലാറ്റ് മേജർ 7th ആഡഡ്, എ ഫ്ലാറ്റ് മേജർ 7th വിത്ത് ആഡഡ് 9th. ഇത് എ ഫ്ലാറ്റ് മൈനർ 7th വിത്ത് ആഡഡ് 9th. അപ്പോൾ മേജർ മൈനർ കൂടി വന്നപ്പോൾ ഇവിടെ എന്താ മേജറിൽ വന്നപ്പോഴേ 2 ഫ്ലാറ്റാണുള്ളത്. പക്ഷേ മൈനറിൽ വന്ന ഇപ്പം 4 ഫ്ലാറ്റ് വന്നു കണ്ടോ. അപ്പോൾ സി ഫ്ലാറ്റായിട്ട് വന്നു. സിയുടെ ഫ്ലാറ്റ് എന്തായിട്ട് വരും? ബി ആയിട്ട് വരും. അപ്പോൾ ബിയും ബി ഫ്ലാറ്റും കൂടി ചേർത്ത് പിടിക്കുക. ജി ഫ്ലാറ്റ് എന്ന് വെച്ചാൽ എഫിൻ്റെ ഷാർപ്പാണ്. ഈ ഫ്ലാറ്റ് നിങ്ങൾക്കറിയാം, ഈ ഫ്ലാറ്റ് അല്ലേ. ഇവിടെ ഈ ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെ ഈ ഫ്ലാറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ സി വന്നിട്ട് സിയുടെ ഫ്ലാറ്റായിട്ട് മാറി. അപ്പോൾ ഇവിടെ ബി പിടിക്കുക. ബി ഫ്ലാറ്റ് ഇവിടെയും ഉണ്ട്, ഇവിടെയുണ്ട്, ബി ഫ്ലാറ്റ് തന്നെയാണ്. ഇവിടെ ജി മാത്രമായിരുന്നു, ഇപ്പം ജി ഫ്ലാറ്റ് വന്ന് പിടിക്കുക. അത് എഫിന് ഷാർപ്പ് 1 2 3 5 ഫിംഗർ നമ്പർ ഇവിടെ മിസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഈ നമ്പർ വന്ന് 4 ആക്കുന്നതിന് 4 ആക്കണേ ആക്കുക. കാരണം വെച്ചാൽ മിസ്സിന് ചിലപ്പോഴൊക്കെ ഫിംഗറിന് ലെന്ത് കുറവാണെങ്കിൽ മിസ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എന്തെങ്കിലും സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കുക. നന്നായിട്ട് ഈ കോഡൊക്കെ നിങ്ങൾ ബോർഡിൽ എഴുതിയിടുന്നത് നിങ്ങളൊരു ബുക്കിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾ ഭാവിയിൽ മ്യൂസിക് ഇൻട്രസ്റ്റിൽ വളരണമെന്നുള്ളവർക്കാണെങ്കിൽ എഴുതി വെച്ചാൽ അത് വളരും, നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതല്ല ചുമ്മാ നിങ്ങൾ ടൈം പാസിന് കാണുവാണെങ്കിൽ അത്ര കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ചിലരൊക്കെ എന്നോട് ചോദിക്കും ഇത്രയൊക്കെ കോഴ്സൊക്കെ പഠിക്കണോ മിസ് എന്ന്. പക്ഷെ ഞാൻ പഠിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിച്ചത്. നാളെ നിങ്ങൾക്കും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ പഠിച്ചു വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത നിങ്ങൾ എന്തെങ്കിലും സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇന്നെടുത്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ മിസ്സിനോട് പറയുക. നമുക്കത് അങ്ങനെ തന്നെ മുന്നോട്ട് എടുത്തു പോകാം. നിങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ മിസ് അതുപോലെ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഓരോ സ്റ്റുഡൻറ്റും പറയുന്നതനുസരിച്ചാണ് മിസ് ഓരോ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.